ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡിലാണ്. കർണാടകയിൽ നിന്ന് ഞങ്ങൾ പിന്നെ പോന്നു. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡാണ്. ഇതാണ് നമ്മൾ ഇപ്പം താമസിക്കുന്ന വീട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡിലാണ്. ഇതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറേ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 2 ദിവസം മാറി നിന്നപ്പോഴേക്കും അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു സ്ഥലം വരെയൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി വന്ന് കുറച്ച് തിരക്കായിരുന്നു. പിന്നെ എന്തായാലും നാളെ തിങ്കളാഴ്ചയാണ്, നാളെ സ്കൂൾ തുടങ്ങും. അപ്പോൾ ഞങ്ങളെല്ലാവരും നാളെ തുടങ്ങി ബിസിയാണ്. അപ്പോൾ ആദ്യമാണെങ്കിൽ ബുക്ക് എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ പിന്നെ കേൾക്കില്ല. ബുക്ക് എടുക്കും, പിന്നെ മടിയാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ കൂടെ ഇരിക്കണം. ഞാൻ കുറച്ച് നേരം കൂടെ ഇരിക്കും. പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും തിരക്ക് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം വീണ്ടും ബുക്ക് എടുത്തിട്ട് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ കളിക്കാൻ പോകും. ഈവൻ കണ്ണൻ ആൾസോ ലൈക്ക് ദാറ്റ് ഓൺലി. കണ്ണന് സൈക്കിളിൽ കളിക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച എനിക്ക് എന്തായാലും ക്ലാസ് ഉണ്ട്, ഡ്രോയിങ് ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഡ്രോയിങ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിക്ക് മുമ്പ് ഞാനൊന്ന് നബുവിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി പോയി, മുട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ മുട്ടടിക്കാൻ വേണ്ടി കോഴിമുട്ട പോലെ ആക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നബു അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നബു ഭയങ്കര കരച്ചിലായിരുന്നു. അത് കണ്ടെങ്കിൽ ഇത് വീടൊക്കെ നല്ല പ്രയാസമുണ്ടാകും. രണ്ടാളും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, ആദ്യം പിടിച്ചാക്കണുണ്ടോ ഫേസ് കണ്ട രണ്ടാളും ഇങ്ങനെ വാശിയെ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല. അമ്മയാണെങ്കിൽ ചേമ്പും താളൊക്കെ കൊണ്ടുവന്നിട്ട് കറി, താളല്ല തണ്ട, ആ സംഭവമൊക്കെ എടുത്തിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, വേറെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞായറാഴ്ച എനിക്ക് ക്ലാസ് എടുക്കാൻ പോകണം. അപ്പോൾ രണ്ടാളും റെഡി ആയിട്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നബു മുടിയൊക്കെ മുറിച്ചിട്ട് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നബു ഇന്ന് മുടി മുറിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സലൂണിൽ പോയിട്ട് നബുവിൻ്റെ മുടി മുറിച്ചു. നബു ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിമുട്ട പോലെ ആക്കാനൊന്നും സാധിച്ചില്ല. ജസ്റ്റ് മുടി മുറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ പ്രത്യേകിച്ചൊരു വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഡെയിലി ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തളർന്നിരിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് വാമ വീഡിയോ എടുക്കാമെന്ന്. ഞാൻ പണ്ടത്തെ ആ ഒരു ഉന്മേഷമൊന്നും ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആവാൻ പാടില്ല, വീഡിയോ എന്തായാലും എടുക്കണം. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമായിരുന്നു പണ്ടും. അപ്പോൾ അതേ ആഗ്രഹം ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ലൈഫിൻ്റെ മറ്റു പല കാര്യങ്ങളിലും ബിസി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും സാധിക്കാത്തത് കൊണ്ടാണ്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കൃത്യമായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തത്. ഒരു ഇടയ്ക്ക് ഞാൻ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല റീച്ച്, എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് എനിക്ക് കിട്ടിക്കൊണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു ഒരു ഡിലേ ആയത്. അപ്പോഴേക്കും ആയ റീച്ചെല്ലാം താഴെ ഡൗണായി, വീണ്ടും പോയി. അപ്പോൾ വീണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് കുറേ ശ്രമിച്ചെങ്കിലും പക്ഷെ പരാജയപ്പെട്ടുകൊണ്ടേ പോയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യണം, എന്തായാലും ചെയ്യാൻ. നമ്മളിങ്ങനെ തളർന്ന് ഇരിക്കാൻ പാടില്ല. നമ്മൾ തോറ്റയിടത്ത് തന്നെ നമ്മൾ വീണ്ടും എപ്പോഴും ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിലേ എന്താ പറയുക, ഡെയിലി വീഡിയോ ഇടണമെന്നൊരാഗ്രഹമാണ്. അപ്പോൾ എന്തോ പറ്റുന്നില്ല, ഓരോ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അത് കണ്ട അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ സാധിക്കല്ല, വെറുതെ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തായാലും ഡെയിലി വ്ളോഗ് ചെയ്യാം. അന്ന് ചെയ്ത പോലെ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന്. അതുപോലെ എൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ ചാനലുണ്ട്. അതൊന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ലൈഫിൽ ബിസി ആയതിൻ്റെ പേരിലാണ്. അപ്പോൾ ആ ബിസി എന്ന് പറയുന്നത് ലൈഫിലൊന്നും ബിസി ആയിട്ടുണ്ടാവണം. വെറുതെ നമ്മൾ മടി പിടിച്ചിട്ട് ഒരു ജോലിയില്ല ചെയ്യാനെന്ന് പറയുന്ന അവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ബിസി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെറുതെ ഇരുന്നതിന് നമ്മൾ എന്തെല്ലാം ചിന്തിക്കും, എന്തെല്ലാം വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകും. അതെ, പിന്നെ എന്തൊക്കെയോ അനാവശ്യ ചിന്തകൾ നമ്മളിലേക്ക് വന്നു ചേരും. നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളും വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനേക്കാളും നമ്മൾ ബിസി ആയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മൈൻഡിലുണ്ടാവുള്ളൂ. നമ്മൾ ബിസി ആയിട്ടുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ വെറുതെ ഏകാന്തമായിട്ട് ഇരുന്ന സമയങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ പല ചിന്തകളും മനസ്സിലിങ്ങനെ അടിഞ്ഞുകൂടും. പല ചിന്തകളും നമ്മളറിയാതെ നമ്മളിങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പല നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. പിന്നെ അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേ നമുക്കൊരു പണിയില്ലെങ്കിലല്ലേ അങ്ങനത്തെ ഓരോ ചിന്തകൾ വന്ന് കൂടുന്നത്.
അപ്പം അതിനേക്കാൾ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുക, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ഞാനതാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ട്. ഞാൻ ഒരു ഹെയർ ബാൻഡ് ബിസിനസ് ചെയ്തിട്ട് അത് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതവിടെ സ്റ്റക്കായി മീൻസ് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാനുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിനുള്ള ഒരു സ്പേസ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഞാനതിനെ തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കിട്ടിയാൽ ആ ഗ്യാപ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. കാരണം അതാണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാസങ്ങൾക്ക് മുമ്പ് വരെ ഞാനിങ്ങനെ ഏകാന്തമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിക്കാതെ തന്നെ നമ്മൾ ചിന്തിക്കാതെ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ തളർത്തും. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ വരും, നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ തളർത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനത്തെ അവസ്ഥയിലൂടെ പോയ സമയത്താണ് ഞാൻ കൂടുതലും ഈ വീഡിയോ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക, എന്താണ് ഏതെന്നൊന്നും ഞാൻ നോക്കലുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതായിരുന്നു എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടികളുടെ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അതെൻ്റെ ഒരു വലിയ ഹാപ്പിനെസ് ആയിരുന്നു. എൻ്റെ വിഷമങ്ങളെ മറക്കാനുള്ളൊരു വലിയൊരു അവസരമായിരുന്നു എനിക്ക്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഇതിലായിക്കൊണ്ടുണ്ട്. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം അല്ലേ ആദ്യമാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. കാരണം ആണ് വീഡിയോ എടുക്കാനും എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇതായിരിക്കും. മങ്കി ഏറിയിരിക്കുന്ന ഹായ് പറഞ്ഞേ. യെസ്, ഷീ ഈസ് ദ മോട്ടിവേഷൻ. അവളാണ് എനിക്ക് ഏറ്റവും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ പറഞ്ഞാൽ ടൈം ആയിക്കൊണ്ടുണ്ട്. എനിക്കിപ്പോൾ ഡ്രോയിങ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ കണ്ണൻസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് നാളെ സ്കൂൾ തുടങ്ങിയാണ്. കണ്ണനും ഞാനും സ്കൂൾ വാനിൽ ഇരുന്നിട്ട് സ്കൂളിലോട്ട് പോകും. അപ്പോൾ കണ്ണൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ആദ്യക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലിൽ അടിക്കണം. അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. യെസ്, അതെ, വീണ്ടും ആ വീഡിയോ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ നാളെ തന്നെ നമുക്ക് അല്ലേ സ്കൂളുണ്ട്. അപ്പോൾ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് സ്കൂളിൽ പോകാറായി കണ്ണൻ. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകാറായി. ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ഒരുപാട് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കണ്ണൻ്റെ ബുക്കുകളും ആതിര ബുക്കും എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പറയാൻ മറന്നുപോയാ? അപ്പോൾ ഗൈസ് ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ടാറ്റാ. നബു ഉറങ്ങണം, അതുകൊണ്ട് ഞാൻ ഇത്ര സ്പീഡിൽ പറയണതും പയ്യെ പറയണതും. നബുന് കുറച്ച് മതി, പിന്നെ എഴുന്നേക്കും. എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം കരയും. കുറച്ച് നേരം അവിടെ എടുത്തുകൊണ്ട് തന്നെ നടക്കേണ്ടി വരും. വേറെ ആരുടെ അടുത്തും പോകില്ല. അപ്പം എൻ്റെ പണികളെല്ലാം അവിടെ പെൻഡിങ് ആവും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഗ്യാപ്പും. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ. കണ്ണ ബൈ.